ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഫീൽ എന്താണ് എന്നൊക്കെ ജനങ്ങളെ ആദ്യം അറിയിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസ്റ്ററിലൂടെയാണ്. ജനങ്ങളെ ആ ഒരു സിനിമയിലേക്ക് ആകർഷിക്കാൻ ആ ഒരു പോസ്റ്ററിൻ്റെ ഡിസൈന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പോസ്റ്റർ ഡിസൈൻ രംഗത്ത് ഇത്രയും വർഷക്കാലമായിട്ട് വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സാബു ചേട്ടൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള പഴകിരാവണം തൊട്ട് അപരം തൊട്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് തൊട്ട് ഇത്ര വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കി എത്രയോ ഹിറ്റ് സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള കുറേ സിനിമകൾ, ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകൾ, അതിലെടുത്ത് പറയേണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് മീശമാധവനാണ്. മീശമാധവനാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ഫ്ലെക്സ് എന്നുള്ളൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും മീശമാധവൻ്റെ ദിലീപേട്ടൻ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് ഓടുന്നൊരു ഒരു വലിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. പോസ്റ്ററിന് ഇപ്പോൾ എത്ര വർഷം സിനിമയിൽ നിന്നാലും ആദ്യത്തെ ഒരു പോസ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണ്. കാരണം ഈ പോസ്റ്റർ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ MG റോഡിലേക്കൊക്കെ പോകാറുണ്ട്. ഈ കടവന്ത്ര പാലത്തിൻ്റെ അടുത്തായിരുന്നു ഈ ഫ്ലെക്സ്, മീശമാധവൻ്റെ ഫ്ലെക്സ് ആദ്യമായിട്ട് വന്നത്. അത് കാണാൻ വേണ്ടി മാത്രമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ അഭിനയിച്ച ഞങ്ങൾക്ക് തന്നെ ഒരു പോസ്റ്ററിനോടും അതിൻ്റെ ആദ്യത്തെ ഒരു പബ്ലിസിറ്റിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആദ്യത്തെ പോസ്റ്ററാണ്. അപ്പം അത് കാണാനുള്ളൊരു ആഹ്ലാദവും ഒക്കെ അപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക എത്രയോ ഇരട്ടിയായിരിക്കും. അപ്പോൾ സാബു ചേട്ടൻ സ്വന്തം ഉള്ളിലുള്ള ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സ്വന്തം കഴിവ് അവിടെ മാത്രം ഇരിക്കേണ്ട, അത് എല്ലാവർക്കും കൂടി പകരണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ തുടങ്ങാൻ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിന് തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയല്ല ചെയ്യേണ്ടത്, നമുക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു ആശംസ പറയുക, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിപ്പോൾ ഞാനൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു സാബു ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആസ് എ പേഴ്സൺ സാബു ചേട്ടനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്കുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയൊക്കെ ഫോട്ടോസ് കളക്ട് ചെയ്യുന്നൊരു ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അതാരും എന്നെ സഹായിക്കാനൊന്നും ഉണ്ടാവാറൊന്നുമില്ല. ഞാൻ തന്നെയാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ തുടക്കം തൊട്ടിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഇപ്പോൾ ലാസ്റ്റ് റിലീസായിട്ടുള്ള മാടമ്പി വരെയുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഫോട്ടോസ് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സാബു ചേട്ടനാണ് അതിൻ്റെ കംപ്ലീറ്റ് പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സാബു ചേട്ടൻ്റെ കയ്യിൽ തെങ്കാശിപ്പട്ടണത്തിൻ്റെ ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. തെങ്കാശിപ്പട്ടണത്തിൻ്റെ ഫോട്ടോസ് എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചോദ്യത്തിന് തരാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത് ഒരു 10ഓളം DVD ഞാൻ അഭിനയിച്ചിട്ടുള്ള എത്രയോ എൻ്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരു വലിയൊരു കളക്ഷൻ എനിക്ക് പ്രത്യേക DVD എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പ്രത്യേക DVD എൻ്റെ പേരൊക്കെ വെച്ച് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വേറെ തന്നെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് എന്നും സൂക്ഷിച്ചൊക്കെ ഷെൽഫിലൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനത്തോടെയൊക്കെ കാണിക്കാൻ തന്നെ വെക്കാവുന്ന